നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ഇനി ബ്ലാക്ക് മാർക്ക്. ഡ്രൈവർമാരായ ക്രിമിനലുകളെ വെച്ചു പൊറുപ്പിക്കാനാകില്ലെന്ന് മന്ത്രി. ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ബസ് ജീവനക്കാരിൽ ക്രിമിനലുകളും ഗുണ്ടകളും ഉണ്ടെന്നും ഇത്തരക്കാരെ വെച്ചു പൊറുപ്പിക്കാനാകില്ലെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കേരളത്തിൽ ഡ്രൈവിംഗിൽ തീരെ അച്ചടക്കമില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. തമിഴ്നാട് കേരളത്തിലേക്ക് അനുവദിച്ച വൈക്കം വേളാങ്കണ്ണി ബസ് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ബ്ലാക്ക് മാർക്ക് വരാൻ പോവുകയാണെന്നും തനിയെ ലൈസൻസ് റദ്ദാവുന്ന സംവിധാനം കേരളത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് 2 വർഷം പ്രൊബേഷൻ കാലയളവ് നൽകും. പ്രൊബേഷൻ കാലയളവിൽ കൂടുതൽ തെറ്റുകൾ വന്നാൽ ലൈസൻസ് റദ്ദാവും. കേരളത്തിൽ ഡ്രൈവിംഗിൽ അച്ചടക്കമില്ല. കേരളത്തിൽ ലൈസൻസ് സംവിധാനം കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ലൈസൻസ് എടുക്കുന്ന പ്രവണതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂ ഇയർ ആഘോഷിക്കാനെന്ന വ്യാജേന പെൺകുട്ടിയെ ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ച് പീഡിപ്പിച്ചു. യുവാവ് അറസ്റ്റിൽ. പുതുവർഷ ആഘോഷത്തിനെന്ന വ്യാജേന വിദ്യാർത്ഥിനിയെ ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പേഴിക്കാപ്പള്ളി പ്ലാക്കുടിയിൽ അഷ്കറിനെയാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നേരത്തെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലും സമാന രീതിയിലുള്ള കേസുണ്ട്. ചൊവ്വാഴ്ചയാണ് ഇയാൾ വിദ്യാർത്ഥിനിയെ പുതുവത്സരാഘോഷത്തിനെന്ന പേരിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ച ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെ പോലീസ് പിടികൂടി. സന്ധ്യാവിളക്ക് കത്തിച്ച് ഗൃഹനാഥൻ പുറത്തേക്ക്. ആലപ്പുഴയിൽ വീടിന് തീ പിടിച്ചു. ആലപ്പുഴയിൽ സന്ധ്യാവിളക്കിൽ നിന്നും തീ പടർന്ന് വീട് കത്തി നശിച്ചു. ഗ്യാസ് കുറ്റി മാറ്റാനായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. നൂറിനാട് പടനിലം നെടികുളിഞ്ഞുമുറി കടക്കരയത്ത് വീട്ടിൽ രാജുവിന്റെ വീടാണ് തീപിടിച്ച് നശിച്ചത്. സംഭവത്തിൽ ആളപായമില്ല. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. സന്ധ്യാവിളക്ക് കത്തിച്ച ശേഷം രാജു പടനിലത്ത് പോയപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. തീപിടിച്ച സമയത്ത് രാജുവിന്റെ ഭാര്യയും വീട്ടിലില്ലായിരുന്നു. ഷീറ്റ് മേഞ്ഞ വീട് പൂർണ്ണമായും കത്തിയതോടെ സാധന സാമഗ്രികളും മറ്റു രേഖകളും പൂർണ്ണമായും കത്തി നശിച്ചു. കായംകുളം, മാവേലിക്കര, അടൂർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. യുവതി പുഴയിലേക്ക് ചാടി മരിച്ചു. കൊയിലാണ്ടി മുത്താമ്പി പാലത്തിൽ നിന്നാണ് യുവതി പുഴയിലേക്ക് ചാടിയത്. വൈകിട്ട് 6:30യോടെയാണ് സംഭവം. സ്കൂട്ടറിലെത്തിയ യുവതി സ്കൂട്ടർ പാലത്തിന് സമീപം നിർത്തിയ ശേഷം പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കണ്ടെടുത്തു. കൊയിലാണ്ടി പന്തയാലിനി സ്വദേശിനിയാണ് മരിച്ചതായി സൂചന. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. മൂകാംബിക ക്ഷേത്രത്തിലെ തന്ത്രി കുഴഞ്ഞു വീണ് മരിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി മഞ്ജുനാഥ് അടിക അന്തരിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 20 വർഷക്കാലം തന്ത്രിയും മുഖ്യ അർച്ചകനുമായിരുന്നു. ഇന്ന് ഉച്ചയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 64 വയസ്സായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗമായിരുന്നു. നിലവിലെ തന്ത്രിയും മുഖ്യ അർച്ചകനുമായ നിത്യാനന്ദ അടികയുടെ പിതാവാണ്.